നമ്മുടെ ഭൂമിയുടെ ഹൃദയമിടിപ്പാണ് ആമസോൺ കാട്. ദക്ഷിണ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിസ്മയമായ കാട് ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ മഴക്കാടാണ്. ഇവിടെ ഉണ്ട് 390 ബില്യൺ മരങ്ങൾ, 16,000-ലധികം സസ്യവർഗ്ഗങ്ങൾ, ആയിരക്കണക്കിന് മൃഗങ്ങളും പക്ഷികളും. ആമസോൺ കാട് ഭൂമിയുടെ ശ്വാസകോശം എന്നും വിളിക്കപ്പെടുന്നു, കാരണം ഇവിടെയാണ് ലോകത്തിലെ 20% ഓക്സിജൻ നിർമ്മിക്കപ്പെടുന്നത്. മഴയുടെ ശബ്ദം, കാറ്റിന്റെ താളം, പക്ഷികളുടെ പാട്ട്, ഈ കാട്ടിൽ ഓരോ നിമിഷവും ജീവിക്കുന്നു. വർഷത്തിൽ 200 ദിവസത്തോളം ഇവിടെ മഴ പെയ്യും. മരങ്ങൾ ആ മഴവെള്ളം കുടിച്ച് വീണ്ടും മേഘങ്ങളായി ആകാശത്തിലേക്ക് അയക്കും. അതാണ് ആമസോൺ സ്വന്തമായി മഴ പെയ്യുന്ന കാട് എന്നത്. അത്ഭുത ജീവജാലങ്ങൾ. ആമസോൺ കാടിന്റെ ഉള്ളിൽ അനവധി ജീവികൾ ജീവിക്കുന്നു. വൻപാമ്പായ ആനകൊണ്ട, അതിശക്തനായ ജാഗ്വാർ, കളിയൊട്ടുന്ന കുരങ്ങന്മാർ, വർണ്ണാഭമായ പക്ഷികൾ എല്ലാം ഇവിടെയാണ്. ചില ജീവികളെ ശാസ്ത്രലോകം ഇന്നും കണ്ടെത്തിയിട്ടില്ല. ആമസോൺ ഒരൊറ്റ കാട് മാത്രമല്ല, അത് ഒരു ജീവിച്ചിരിക്കുന്ന ലോകമാണ്. ആമസോൺ നദിയുടെ വിസ്മയമിതിലൂടെ ഒഴുകുന്ന ആമസോൺ നദി ലോകത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ്. നദിയുടെ വീതി ചില സ്ഥലങ്ങളിൽ 50 കിലോമീറ്റർ വരെ എത്തും. ഇത് പസഫിക് സമുദ്രത്തിൽ ചേരുമ്പോൾ വെള്ളത്തിന്റെ നിറം തന്നെ മാറ്റുംത്ര ശക്തിയുള്ളതാണ്. വെള്ളത്തിൽ ജീവിക്കുന്ന ഡോൾഫിൻ മുതൽ പിരാന മീൻ വരെ എല്ലാം ഈ നദിയിൽ ഉണ്ട്. ഗോത്രവർഗ്ഗങ്ങളുടെ രഹസ്യങ്ങൾ. ആമസോൺ കാടിന്റെ ആഴത്തിൽ ഇപ്പോഴും 100-ലധികം ഗോത്രവർഗ്ഗങ്ങൾ ജീവിക്കുന്നു. അവർക്കു പുറത്തുള്ള ലോകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അവരുടെ മരുന്നുകൾ, ആചാരങ്ങൾ, ജീവിതശൈലി എല്ലാം പ്രകൃതിയോട് ചേർന്നതാണ്. ഒരു മരത്തിന്റെ ഇലയിൽ നിന്നും അവർ രോഗങ്ങൾക്കുള്ള മരുന്ന് ഉണ്ടാക്കും. അതാണ് അവരുടെ വിജ്ഞാനം. രാത്രി ആമസോൺ, സൂര്യൻ അസ്തമിക്കുമ്പോൾ കാട് മറ്റൊരു ലോകമായി മാറുന്നു. മൃഗങ്ങളുടെ വിളികൾ, കാറ്റിന്റെ ചലനം, വെള്ളത്തിന്റെ ഒഴുക്ക് എല്ലാം ചേർന്ന് ഒരു പ്രകൃതി സംഗീതം ഉണ്ടാക്കും. ചില സസ്യങ്ങളും കീടങ്ങളും രാത്രിയിൽ പ്രകാശം പുറപ്പെടുവിക്കും. അത് കാണുമ്പോൾ തന്നെ അത്ഭുതം തോന്നും. അപകടത്തിലായ ആമസോൺ. പക്ഷേ ഈ അത്ഭുതലോകം ഇപ്പോൾ അപകടത്തിലാണ്. കാട് നശിക്കുന്ന വേഗം ഭയപ്പെടുത്തുന്നത്രയാണ്. വൃക്ഷമേഘങ്ങൾ മുറിക്കപ്പെടുന്നു. മൃഗങ്ങൾ അവരുടെ വീടുകൾ നഷ്ടപ്പെടുന്നു. ഭൂമിയുടെ ശ്വാസം കുറയുകയാണ്. അവസാന സന്ദേശം. ആമസോൺ കാട് ഒരു ദേശത്തിന്റേത് മാത്രമല്ല, അത് നമ്മുടെ ഭൂമിയുടേതാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക, അത് മനുഷ്യന്റെ കടമയാണ്. ആമസോൺ കാട് നശിക്കാതിരിക്കാൻ നമുക്ക് ഒരു മാറ്റം വരുത്താം.